ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനും ഏട്ടനും മാത്രമേ വീട്ടിലുള്ളൂ. പപ്പയും അമ്മയും ചേച്ചിയും മക്കളൊക്കെ ടൂറിലാണ്. ഏട്ടന് ലീവില്ലാത്തതുകൊണ്ട് ഞാനും ഏട്ടനും പോയില്ല. അപ്പം ഇതുവരെ നമ്മൾ രണ്ടാളും മാത്രമായിട്ട് അങ്ങനെ വീട്ടിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഫുൾ കുക്കിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണം. അവർ നാളെ വൈകുന്നേരം എത്തുള്ളൂ. പിന്നെ എനിക്കാണെങ്കിൽ ഇന്നലെ രാത്രി തൊട്ടിട്ട് ഒരു പനിയും ജലദോഷവും ചുമയും ഒക്കെ ഉണ്ട്. നല്ല തൊണ്ടവേദനയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയ ടൈം ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചധികം കഴിച്ചിന്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആവിയൊക്കെ പിടിക്കണം. രാവിലെ എണീറ്റിങ്ങനെ വന്നിരിക്കുകയാണ്. ഏട്ടൻ എണീറ്റിനില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പല്ലേച്ചതിന് ശേഷം. ദോശമാവ് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. എന്തെങ്കിലും ഒരു ചട്നി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. സുഖമില്ലാത്തതുകൊണ്ട് തന്നെ എന്തോ ഒരു മൂഡില്ല. പിന്നെ വീട്ടിൽ ആരും ഇല്ലാത്തതിൻ്റെ ഒരു സൈലൻസും ഉണ്ട്. ഞാനിങ്ങനെ എണീറ്റിട്ട് പുറത്തേക്ക് വന്നിരുന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ നല്ലോണം ചൂടും അടിക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് പോയി ബാക്കി പരിപാടിയൊക്കെ നോക്കട്ടെ. ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം. കണ്ടോ, നല്ല വെയില. പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത അത്രയും വെയില. നല്ല ചൂടും ഉണ്ട്. എന്താ, ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. പൂമ്പാറ്റകളൊക്കെ നോക്കി. അപ്പം ഞാൻ പല്ലേക്കാൻ പോവാണ്. അപ്പോൾ അടുക്കളയിൽ കയറി ഫ്രിഡ്ജിൽ നിന്ന് മാവൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലാസ്കിലേക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അപ്പം മാവൊന്ന് തണുപ്പ് പോട്ടെ. അപ്പോഴേക്ക് നമുക്ക് ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കാം. ഞാനിന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈല് തക്കാളി ഉള്ളിയും കൂടി ഉള്ളൊരു ചമ്മന്തി ഉണ്ട്. നിങ്ങളുടെ നാട്ടിലേക്ക് പറയാൻ എനിക്കറിയില്ല. നമ്മൾ ചമ്മന്തി എന്ന് പറയുക, തക്കാളി ഉള്ളിയും ചമ്മന്തി എന്ന് പറയും. അപ്പോൾ അത് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന തക്കാളി ഉള്ളിയൊക്കെ എടുത്ത് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ നമ്മൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു ഉള്ളിയും 2 തക്കാളിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിന് പച്ചമുളക് വേണ്ട, മുളക് പൊടി ഇട്ടാൽ മതി. പക്ഷേ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ഇരുന്ന് നിന്നോട്ടെ. അപ്പോൾ നമുക്ക് ഇത് തോലൊക്കെ അരിഞ്ഞ റെഡിയാക്കാം. അപ്പോൾ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ കൂടെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് പൊടികളൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുത്ത് മിക്സിയിൽ അടിച്ചെടുത്താൽ ചട്നി റെഡി. അപ്പോൾ ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വേഗം വഴണ്ട് വരുന്നതിന് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം.
അപ്പോൾ ഉള്ളി അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ഇടാം. തക്കാളിയും പച്ചമുളകും ഇടാം. അപ്പോൾ ഏട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഏകദേശം വഴണ്ട് വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, പച്ചമുളക് ഇട്ട സ്ഥിതിക്ക് എരിവുണ്ടാകുമല്ലോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചും കൂടി ഉപ്പും ഇട്ട് കൊടുക്കാം. നേരത്തെ കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ. ഒരിത്തിരി ഉപ്പ്. ഇനി ഈ പൊടികളെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണിയേണ്ടിയിട്ട് അടച്ച് വെക്കാം. തണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിക്സിയിലേക്കൊന്ന് അരച്ചെടുത്താൽ നമ്മുടെ സാധനം റെഡി. അപ്പം ചമ്മന്തി കരുക്കണ്ടത് തയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഒന്ന് ആവി പിടിക്കാം. അപ്പം ആവി പിടിച്ച് കഴിഞ്ഞ് ഇത് നമുക്ക് ആ സാധനം തണിഞ്ഞിട്ടുണ്ടാവും. അപ്പം അത് ചമ്മന്തി ആക്കാം. വിശക്കുന്നുണ്ട്, അവിടെ വേഗം ബാക്കി പരിപാടികൾ നോക്കാം. ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശ ചുടണ്ടിയിട്ട് കല്ല് വെച്ചു. ഇതൊന്ന് ചൂടായി. ഇനി വേഗം വേഗം ദോശയും ചുട്ടെടുത്ത് ഫുഡ് കഴിക്കാം. ചായ ഉണ്ടാക്കേണ്ടിയിട്ട് പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമുക്ക് രണ്ടാൾക്കും ചായ കുടിക്കുന്ന ഒരു ശീലമില്ല അല്ലേ? പക്ഷെ ഇന്നെന്തോ ചൂട് ദോശേൻ്റെ കൂടെ ഒരു ഗ്ലാസ് ചായ കുടിക്കാനൊരു മോഹം. അപ്പോൾ ദീപുവേട്ടനാണ് ദോശ ചുടുന്ന പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ദോശ ഉണ്ടാക്കി തരും. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇനി ഞാനും ഏട്ടനും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ ഞാൻ അപ്പം തന്നെ കഴുകി വെച്ചിന്. എനിക്കിങ്ങനെ പാത്രം കൂട്ടിയിട്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പം ഞാൻ പാത്രം ആകുമ്പോൾ സിങ്കിൽ വരുന്നതിനനുസരിച്ച് കഴുകി വെക്കും. ഇനി അടുക്കളയിൽ ഒന്ന് ഒതുക്കണം, തണയൊക്കെ ഒന്ന് തുടക്കണം. അങ്ങനെ അടുക്കള ക്ലീനിങ് ചെറിയൊരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അകമൊക്കെ കൂടി അടിച്ചു വാരി കഴിഞ്ഞാൽ ഏറെക്കുറെ പരിപാടി തീർന്നു. പിന്നെ ഉച്ചക്കത്തെ പരിപാടി നല്ല നോക്കിയാൽ മതി. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ലേറ്റ് ആയിപ്പം തന്നെ 10:15. അതുകൊണ്ട് ഉച്ചക്ക് എന്തായാലും കുറച്ച് ലേറ്റായിട്ട് ഫുഡ് കഴിക്കലുണ്ടാവും. അപ്പം ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്ത് അടുക്കി പെറുക്കി വെക്കട്ടെ. അങ്ങനെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്ഷീണം പോലെ തൊണ്ടയൊക്കെ വേദന എടുക്കുന്നുണ്ട്. അപ്പം ഇനി പഠിച്ചു വരൽ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ കാര്യം നോക്കിയാൽ മതി. അപ്പം അതൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യും. ഒരു 10 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ മുടിയൊക്കെ പിടിച്ച് മുകളിൽ കെട്ടി. നല്ല ചൂടുണ്ട്. ഒന്നാമത് കഴിയാത്തതും കൂടി ആയതുകൊണ്ടാണ് തോന്നുന്നു വല്ലാണ്ട് വേർക്കുന്നുണ്ട്. അപ്പം ഉച്ചയ്ക്ക് ഇപ്പം എന്താ ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിച്ചപ്പം ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ എന്നൊരു ഐഡിയ. ഞാനും ഏട്ടന് മാത്രമേ ഉള്ളൂ. മുന്നേ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അത് ചെമ്മീൻ ബിരിയാണി ആയിരുന്നു. അമ്മേൻ്റെ വീട്ടിൽ നിൽക്കുന്ന ടൈം നമ്മളവിടെ അമ്മമ്മയോ അപ്പാപ്പനും മാമനും കൂടി ഉള്ള സമയം ഉണ്ടാക്കിയതാണ്. അതും അമ്മേനെ വിളിച്ച് ചോദിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ കുഴപ്പമില്ല, ഒരു അത്യാവശ്യം നല്ലൊരു ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇവിടെ അധികം നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കല്. എന്നാൽ പിന്നെ ഒന്ന് ബിരിയാണി ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ട് സക്സസ് ആയെങ്കിൽ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഒന്നും കൂടി ഉണ്ടാക്കുകയൊക്കെ ചെയ്യാമല്ലോ വേണമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ വരുമ്പോഴേക്ക് ഞാൻ വീടൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടെ. എന്നാൽ പിന്നെ ആ പണിയും കൂടി അങ്ങ് കഴിഞ്ഞല്ലോ. പിന്നെ ഉച്ചക്കേക്കുള്ള ബിരിയാണീൻ്റെ കാര്യം നോക്കിയാൽ മതിയല്ലോ. അപ്പം അടിച്ചു വാരി. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. അടിച്ചു വാരുന്നതിൻ്റെ അടുത്ത് ഏട്ടൻ സാധനമായിട്ട് വന്നിട്ടുണ്ടായി. ഏട്ടൻ വർക്കിന് കയറിയിട്ടുണ്ട്. അപ്പോൾ മെഷീനിൽ കുറച്ച് തുണി എടുക്കുന്നുണ്ട്. ഇപ്പോൾ വെയിലൊന്ന് താഴ്ന്നിന്. അപ്പോൾ ഈ സമയം പോയിട്ട് വേഗം ആറിയിട്ടാൽ അടുത്ത വെയിൽ വരുമ്പോഴേക്ക് നല്ലോണം ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കേണ്ട പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പോയി തുണി എടുത്താൽ
ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം ഞാനേ ചിക്കൻ ബിരിയാണി ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സക്സസ് ആവുമോ ഫ്ലോപ്പ് ആവുമോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഉള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച്, ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കി വെച്ച് അരി കഴുകി ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പ് പുതിനയിലൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അരി തിളപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഏലക്ക പട്ട ഗ്രാമ്പൂ പിന്നെ നമ്മൾ ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ ചിക്കൻ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് സെറ്റ് ആകുമ്പോഴേക്ക് ചിക്കനിൽ മസാലയൊക്കെ പിടിച്ചോളും. ഞാൻ ചിക്കൻ വറുത്ത് മസാലയിലേക്ക് ഇട്ടിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി എളുപ്പം. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ഓരോ ഭാഗത്തെത്തുമ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്സ് ആയിട്ട് കാണിക്കാം. അപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ചൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചു, കുറച്ച് എണ്ണയിലുണ്ട്. ബാലൻസ് ഇനി ഫ്രൈ ചെയ്യാൻ ഇത്രയും ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം മസാല ഉണ്ടാക്കാൻ തുടങ്ങാൻ. ചിക്കൻ ഫ്രൈ ഫുള്ള് റെഡിയായി. മസാല ഉണ്ടാക്കേണ്ട പ്രിപ്പറേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മസാല ഉണ്ടാക്കട്ടെ. ഇപ്പം ചോറും മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ദമ്മിടാൻ പോവാണ്. ഇനി ഒന്ന് പോയി കുളിക്കണം. കുളിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം. ടേസ്റ്റ് നോക്കിയില്ല, കഴിക്കുമ്പോൾ പറയാം എന്താ അവസ്ഥ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, ഫുഡ് എടുത്ത് വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ബിരിയാണി കാണാൻ നല്ല ലുക്കെല്ലാം വന്നിട്ടുണ്ട്. ഞാൻ കുളിച്ച് വന്നിട്ട് ഒരു പുതിന ചട്നിയും കൂടി അരച്ചു. ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളിയിഞ്ചിയാണ്. ദീപോട്ടാ ടേസ്റ്റ് ചെയ്തിട്ട് പറ എങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. താങ്ക് യു. വെറുതെ പൊക്കുന്നല്ലോ. താങ്ക് യു. ഞാനും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അത്യാവശ്യം മസാല അരിയൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. കൊള്ളാം, നമുക്ക് ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് കഴിച്ച് തീർത്തിട്ട് വരാം. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. കുഴപ്പമില്ല, നല്ലൊരു ബിരിയാണി ആയിരുന്നു. പിന്നെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ആണെന്ന് തോന്നുന്നു എനിക്കൊരു വലിയൊരു ടേസ്റ്റ് വായിക്ക് അറിയാനില്ല. ഉപ്പും എരിവൊക്കെ അങ്ങനെ അധികം അറിയുന്നില്ല. പക്ഷെ ദീപാട്ടൻ പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. നല്ല തലശ്ശേരി സ്റ്റൈൽ ദം ബിരിയാണീൻ്റെ അധികം ലുക്ക് ഉണ്ടായിരുന്നു. അപ്പം വയ്യ, കുറേ സമയം പണിയൊക്കെ എടുത്തല്ലോ. അപ്പോൾ പിന്നെ സുഖമില്ലാത്തതല്ലേ, എന്തോ ഒരു ക്ഷീണം പോലെ. ഇനി ഞാൻ കുറച്ച് സമയം കിടന്ന് ഉറങ്ങട്ടെ, വൈകുന്നേരം കാണാം. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു. എൻ്റെ കണ്ണൊക്കെ കുഴിഞ്ഞിരിക്കുന്ന പോലെയുണ്ട്. തീരെ വയ്യ, നല്ല തൊണ്ടവേദനയൊക്കെ നല്ലോണം ഉണ്ട്. അപ്പോൾ ഒന്ന് ഏട്ടൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള പറമ്പിൽ ബസാറിലുള്ള ഇവിടെ തന്നെയാണ് ഡോക്ടറെ തന്നെയാണ് കാണിക്കാൻ പോകുന്നത്. നോക്കട്ടെ. അപ്പോൾ റെഡിയായിട്ട് ഡോക്ടറെ അടുക്ക പോകണം. അതിന് മുന്നേ ഒന്ന് ആവി പിടിക്കണം. ഇപ്പോൾ ഡോക്ടറെ കാണിച്ചിറങ്ങി 2 ഇഞ്ചക്ഷൻ എടുത്ത് നല്ല ക്ഷീണമുണ്ട്. വീട്ടിൽ പോയിട്ട് നെബുലൈസേഷൻ എടുത്ത് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാണിക്കുന്നുള്ളൂ ഞാൻ ഇന്നത്തെ വിശേഷങ്ങൾ. വയ്യ, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.